വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നടന്ന 7ാം ക്ലാസ് വാർഷിക പരീക്ഷ അറബിക്ക് ചോദ്യപേപ്പറിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കീയും ചോദ്യപേപ്പറും മറ്റു കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കൾ ജയിൽ മാസ്റ്റർ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് 6 പ്രവർത്തനങ്ങളുള്ളത്. അതിൽ ഒന്നാമത്തെ എല്ലാവരും എഴുതണം, ബാക്കി 5 4 എഴുതണം. അതായിരുന്നു ഒന്നാമത്തെ പ്രവർത്തനം. നഖറഉൽ ഖിസ്സ വനുജീബ് അനിൽ അസ്ഇലത്തി താലിയ. പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ദാത്ത സ്വബാഹിൻ ത്വാറ ഉസ്ഫൂറു മിൻ ഉഷ്ഷിഹി ജായിഅൻ. ഒരു ദിവസം ഒരു കിളി തന്റെ കൂടുന്ന് വിശന്നുകൊണ്ട് പുറത്തേക്ക് പറന്നു. ബദാ യബ്ഹസു ത്വആം. അത് ഫുഡ് അന്വേഷിക്കാൻ തുടങ്ങി. വ ത്വാറ ബഈദൻ. ദൂരത്തേക്ക് പറന്നു. ഫറഅ ബബഗാഅൻ ഫീ ഖഫസിൻ ജമീൽ. അപ്പോൾ ഒരു മനോഹരമായ കൂട്ടിൽ ഒരു തത്തമ്മയെ കണ്ടു. ലദൈഹ ത്വആമും വ ഷറാബും കസീർ. അതിൻ്റെ അടുക്കൽ ധാരാളം ഫുഡും വെള്ളമൊക്കെ ഉണ്ട്. ഖാലൽ ഉസ്ഫൂർ. ഉസ്ഫൂർ പറഞ്ഞു, മാ അജ്മല ഹയാത്തക്. നിന്റെ ജീവിതം എന്ത് രസമാണ്. ലദൈക ത്വആമും കസീർ. നിനക്ക് ധാരാളം ഭക്ഷണമുണ്ട്. തവക്കുലീന. നീ തിന്നും. വ തഷ്റബീന റഗദ. കുടിക്കുകയും ചെയ്യും ഇഷ്ടം പോലെ. കാലത്തിൽ ബബുക പറഞ്ഞു, ബെഹുസിനിൻ. ദുഃഖത്തോടെ പറഞ്ഞു, ലദയ്യ ത്വആമുൻ. എൻ്റെ അടുക്കൽ ഭക്ഷണമുണ്ട്. കസീർ. ധാരാളമുണ്ട്. വലാക്കിൻ അന. പക്ഷെ ഞാൻ സജീൻ. ഞാൻ കൂട്ടിലാകപ്പെട്ടു. ലാ അസ്തത്തി വൻ അത്തീറു മിസ്ലക്. നിന്നെ പോലെ എനിക്ക് പറക്കാൻ കഴിയില്ല. അൽ ഹുരിയത്തു ഹിയ സഅദ. സ്വാതന്ത്ര്യമാണ് സന്തോഷം. ല അൻ അജൂഅ വ അന ഹുർ. ഞാൻ ഫ്രീ ആയിരിക്കെ വിശക്കുന്നതാണ്. അഹബ്ബു ഇലയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അഷ്ബഅ വ അന സജീ. ഞാൻ കൂട്ടിലിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്, ഞാൻ സ്വതന്ത്രനായിട്ട് വിശക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്നാണ് ഇതിലുള്ളത്, അല്ലേ? ഇപ്പൊ ചോദ്യം ഒന്ന്, ലിമ ഖറജൽ ഉസ്ഫൂർ മിൻ ഉഷ്ഷിഹി. എന്തിനാണ് ഉസ്ഫൂർ കൂട്ടുന്ന് പുറത്തേക്ക് വന്നത്? ത്വലബൻ ലി സ്വദീഖിഹി. കൂട്ടുകാരൻ അന്വേഷിച്ച്. ത്വലബൻ ലി ത്വആമിഹി. ഭക്ഷണം അന്വേഷിച്ച്. ത്വലബൻ ലി ഉമ്മിഹി. ഉമ്മ അന്വേഷിച്ച്. ത്വലബൻ ലി ത്വആമിഹി ആണ് വരിക, അല്ലേ? അങ്ങനെയല്ല മുകളിൽ പറഞ്ഞത്. യബ്ഹസു അനി ത്വആം എന്നല്ല ഇവിടെ പറഞ്ഞു, അല്ലേ? മാദാ റഅൽ ഉസ്ഫൂർ ഫിൽ ഖഫസ്. കൂട്ടിൽ എന്താണ് ഉസ്ഫൂർ കണ്ടത്? പ്രാവാണോ, കിളിയാണോ, ബബുക ആണോ? ബബുക എന്താ? തത്തമ്മ, അല്ലെ? തത്തമ്മയെ കണ്ടത്. റാ ഉസ്ഫൂറൻ അങ്ങനെയല്ലേ പറഞ്ഞു. ഫറഅ ബബുഗാഅൻ. ബബുഗായിനെ കണ്ടു. പാരഗ്രാഫിലുണ്ട്. പിന്നെ മാഹിയ സഅദത്തു ഫീ നദറിൽ ബബുഗ. എന്താണ് ബബുഗായിന്റെ അഭിപ്രായത്തിൽ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണമാണോ, സ്വാതന്ത്ര്യമാണോ, ജയിലാണോ? ഏതാണ്? സ്വാതന്ത്ര്യമാണ്, അല്ലേ? അടുത്ത് മിൻ ഐന ത്വാറൽ ഉസ്ഫൂർ. എവിടെ നിന്നാണ് കിളി പറന്നത്? മിനൽ ഉഷ്. കൂട്ടുന്ന. മിനൽ ഖഫസ് എന്താണ്? വേറെ കൂട്ടിൽ നിന്ന്. മിനൽ ഷജറ. എന്താണ്? മരത്തിൽ നിന്ന്. എവിടെ നിന്നാണ് പറഞ്ഞത്? കൂട്ടിൽ നിന്ന് എന്നല്ലേ? ഉഷിൽ നിന്ന്, അല്ലേ? മിന ഉഷിഹി എന്നാണ്. അപ്പോൾ നമ്മൾ മിനൽ ഉഷ് ഇതാണ് വരിക. ഉക്തബ് ഉൻവാനൻ മുനാസിമൻ ലി ഹാദിഹിൽ ഖിസ്സ. ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കണം. അതിലുണ്ടല്ലോ, ഏതാണ്? അൽ ഹുരിയത്തു ഹിയ സഅദ എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. നക്തുബുൽ മുഫക്കിറ. മുഫക്കിറ എഴുതാൻ വേണ്ടിയാണ്. നബീലുൽ വല. നബീൽ ഒരു കുട്ടിയാണ്. യുഹിബുൽ ഹയവാനാവത്ത് വത്തുയൂർ. അവന് മൃഗങ്ങളെയും പക്ഷികളെയും ഇഷ്ടമാണ്. യൗമൻ ഖറജ മാ വാലിദിഹി ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്. ഒരു ദിവസം അവൻ വാപ്പയോടൊപ്പം സൂ സന്ദർശിക്കാൻ പോയി. റഅ ഫിഹ മുഖ്തലിഫുൽ ഹയവാൻ. അവിടെ വിവിധ തരം മൃഗങ്ങളെ കണ്ടു. മിസലൽ അസദ് വൻ നമിർ വൽ ഫീൽ വൽ സറാഫ വൽ ഖിർദ്. അതുപോലെ എന്താണ്? ഖിർദുമുണ്ട്. ഖിർദ് എന്താണ്? കുരങ്ങൻ, അല്ലേ? സറാഫ, ജിറാഫ്, ഫീല്, ആന, നമിർ, പുലി, കടുവ, അസദ്, ആന അല്ല സിംഹം. വ തുയൂറ മുതനവ്യ. വ്യത്യസ്തമായ പക്ഷികളെയും കണ്ടു. മിസ്ല താവൂസ് മയില്, നഅം ഒട്ടകപ്പക്ഷി, ഹമാമ ബേർഡ്, പ്രാവ്, ബബുഗ തത്ത, അല്ലേ? വഫി തിൽക്കൽ ലൈല. അന്ന് രാത്രി അറാദ നബീൽ തീരുമാനിച്ചു. അൻ യക്തുബ മുഫക്കിറ. ഒരു മുഫക്കിർ എഴുതാൻ തീരുമാനിച്ചു. ഹയ്യാ നുസാഇദുഹു. നമുക്ക് അവനെ സഹായിക്കാന്നാണ്. എങ്ങനെ സഹായിക്കാം? അൽ യൗം അന മസ്റൂറുൻ ജിദ്ദൻ. എനിക്കിന്ന് സന്തോഷമുണ്ട്. ഖറജ്തു മഅ വാലിദി. ഞാൻ എൻ്റെ വാപ്പയോടൊപ്പം പോയി. എവിടേക്കാ പോയത്, അല്ലെ? ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പാരഗ്രാഫിലുണ്ട്. നമുക്ക് സിമ്പിൾ എഴുതാം, അല്ലെ? ഈ ഖറജയാണ് ഇവിടെ ഖറജ്തു എന്നായത്. അപ്പൊ മഅ വാലിദി. വാലിദി എന്നുള്ളത് വാലിദിഹി എന്നുള്ളത് വാലിദീനായി ഇവിടെ. ലി സിയാറത്തിൽ ഹദീഖ്. ഇത് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ റഅ എന്താക്കി മാറ്റണം? ഞാൻ കണ്ടു എന്ന് വേണ്ടേ? അപ്പൊ നമ്മൾ ഇവിടെ റഅയ്തു എന്നാക്കണം.
എന്നാണ് റ മാറ്റിയിട്ട് റഅയ്തു എന്നാക്കണം. ഫീഹ മുഖ്തലിഫ് ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് എഴുതുക അല്ലേ. വന്നാം വൽബുഹ അത്ര എഴുതാം. അവസാനം അൽ യൗമ യൗമുൻ സഈദ് എന്ന് വേണമെങ്കിൽ അവസാനം എഴുതാം. അൽ യൗമുൻ യൗമുൻ സഈദുൻ എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് എന്നും കൂടി എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ മക്കളെ, കേട്ടോ. അപ്പൊ ഈ പാരഗ്രാഫ് തന്നെ മുഴുവനായിട്ട് എഴുതിയാൽ മതി. നഖ്താറു മിനൽ ഫിഖറത്തി മാ താലിയ മുളാഫ് വൽ മുളാഫിലേഹി. ഈ പാരഗ്രാഫ് മുളാഫ് മുളാഫിലേഹി തിരിച്ചെഴുതാൻ. അപ്പൊ ഇവിടെ വഫി തിൽക്കൽ ലൈലത്തി അന്ന് രാത്രി റഅ നബീൽ കണ്ടു ഫിൽ മനാം ഉറക്കത്തിൽ ഹദീഖത്ത് ഹയവാനാത്ത് സൂ കണ്ടു. തഅജ്ജബ നബീൽ മിൻ റുഅയത്തിൽ നബീൽ അത്ഭുതപ്പെട്ടു മിൻ റുഅയത്തിൽ ലിബദിൽ അസദിന്റെ ആ സട കണ്ടിട്ട്. ഹുർത്തൂമുൽ ഫീൽ അതുപോലെ സിംഹത്തിന്റെ ഹുർത്തൂം തുമ്പിക്കൈ. ഒഴുനുക്ക് സറാഫ ആരുടെ സറാഫത്തിന്റെ ഒഴുനുക്ക് കഴുത്ത്. വരീഷ് താവൂസിന്റെ രീഷ് എന്താണ് മക്കളെ തൂവൽ. വസാഖ് നാമ ഒട്ടകപക്ഷിയുടെ കാല്. അപ്പോൾ ഇതില് ഏതൊക്കെ വാക്കുകളെ വരിക മുലാഫ് മുലാഫിലേഹായിട്ട് അല്ലേ. ഇതില് ലിബദുൽ അസദ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഖുർത്തൂമുൽ ഫീൽ ഉനുഖു സറാഫ രീഷു താവൂസ് സാഖു നാമ. അപ്പൊ ഇതില് ഖുർത്തൂം നമുക്ക് ഇവിടെ എഴുതാം, ഫീല് നമുക്ക് ഇവിടെ എഴുതാം, ഉനുക്ക് ഇവിടെ എഴുതാം, സറാഫ ഇവിടെ എഴുതാം അല്ലേ. മുലാഫിലേക്ക് എപ്പോഴും ഇവിടെ അവസാനത്തിൽ കസർ ഉണ്ടാവും. പിന്നെ രീഷ് ഇവിടെ എഴുതാം, താവൂസ് ഇവിടെ എഴുതാം, സാഖ് ഇവിടെ എഴുതാം, നാമ ഇവിടെ എഴുതാം. ഓക്കെ, അങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. അടുത്തത് നുലാഹിദുൽ കലിമ വനുക്കമ്മിൽ കമാഫിൽ മിസാൽ. ഇവിടെ ജമ്മ മുഫറദ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഹാജത്തുൻ ജമ്മ എന്താണ്? ഹാജത്തുൻ ജമ്മ ഹവായ്. ഷഅബുൻ ജമ്മ എന്താണ്? ഷുഊബുൻ അല്ലേ. ഷുഊബുൻ എന്നാണ്. അയാദിന്റെ മുഫറദ് എന്താണ്? ഈദുൻ എന്നാണ്. ഖബായിൽ ഗോത്രങ്ങൾ, അതിന്റെ മുഫറദ് കബീലത്തുൻ എന്നാണ്. എന്താണ്? കബീലത്തുൻ. സിലാഹുൻ ജമ്മ എന്താണ്? അസ്ലിഹത്ത്. സിലാഹുൻ ജമ്മ അസ്ലിഹത്തുൻ. കബീറുൻ ജമ്മ കിബാർ. കബീറുൻ ജമ്മ കിബാർ. കേട്ടോ, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അടുത്തത് നുക്കമ്മിൽ ബിസ്തിആനത്തിൽ കലിമാത്ത് ഫി ദായറ. ഈ ദായറയിലുള്ള വാക്ക് വെച്ചിട്ട് ഇതിന് അനുയോജ്യമായത് പൂരിപ്പിക്കുക. ഹിയക്ക് അനുയോജ്യമായത് തസ്ബഹുലെ അവൾ നീന്തുന്നു. ഹിയ. അൻത വെച്ച നീയാണ്. അപ്പൊ നീ എന്ത് ചെയ്യുന്നു? നീ എഴുതുന്നു. എന്താ വരിക? അൻത തക്തുബു എന്ന് എഴുതണം. അന വരുമ്പോ ഞാൻ എന്ന് വരണം. അപ്പൊ അന അത്ബഹു ഇവിടെ എഴുതണം. നഹുനു ഞങ്ങളല്ലേ. അപ്പൊ നഹുനു നാ വെച്ചിട്ടുള്ളത്. നെറൂഹു ഇവിടെ വരണം. ഓക്കെ. അൻതും നിങ്ങൾ എന്നാണ്. നിങ്ങൾ കൃഷി ചെയ്ത് തസ്റഊന അല്ലേ. പിന്നെ ഹുവ അവൻ എന്നാണ്. അവൻ യൽഅബു കളിക്കുന്നു. ഓക്കെ, അങ്ങനെ എഴുതണം. അടുത്തത് നുക്മിലുൽ മുഖാബല. ഇവിടെ ഒരു ഇന്റർവ്യൂ പൂർത്തിയാക്കാനാണ്. ഷിഹാബ് മുഹന്ദിസ് മാഹിർ. ഷിഹാബ് ഒരു മികച്ച എഞ്ചിനീയറാണ്. ഉംറുഹു 25 സന. അവന് 25 വയസ്സാണ്. യംലുക്കു മുഅഹിലാത്തുൽ ബക്കാലൂരിയസ് ഫിൽ ഹിന്ദിയ. അവന് ബിടെക് ഉണ്ട്. മീൻ ജാമിയത്ത് കുസാറ്റ് യൂണിവേഴ്സിറ്റിന്ന്. ഹോ യഅമലു ഫി ശരിക്കത്തിന് അമേരിക്കിയ ഫിൽ അംലക്കത്തിൽ അറബിയത്ത് സൗദി. സൗദിയിലെ ഒരു അമേരിക്കൻ കമ്പനിയിൽ അവൻ ജോലി ചെയ്യുന്നു. മുന്തു സലാസ് സനവാത്ത് 3 വർഷമായിട്ട്. ദാത്ത യൗമി വജദ ഫിൽ ജരീദ. ഒരു ദിവസം അവൻ കണ്ടു പത്രത്തിൽ ഇഅലാന അൻ അലീഫത്തുൽ മുഹന്ദിസ്, ഒരു എഞ്ചിനീയറുടെ ഒഴിവിനെ കുറിച്ച്. ഫി ശരിക്കത്തിന് ഹിന്ദിയ ബി ഡൽഹിയിലെ ഒരു കമ്പനിയിൽ. അർസല സീറത്തഹു ദാത്തിയ ഇലാ തിൽക ശരിക്ക. ആ കമ്പനിയിലേക്ക് അവൻ അവന്റെ ബയോഡാറ്റ അയച്ചു. അബറൽ ബരീദിൽ ഇലക്ട്രോണിക് ഇമെയിൽ വഴി. വ ജറത്തൽ മുഖാബലത്തു വ ബൈന മുദീർ ഖിസ്മ തൗലീഫ്. HR മാനേജറും അവരും തമ്മിൽ ഒരു ഇന്റർവ്യൂ നടന്നു. അബറ മുക്കാലമത്ത് വീഡിയോ കോൾ വഴി, വീഡിയോ കോൺഫറൻസ് വഴി. അപ്പൊ ഷിഹാബ് പറഞ്ഞു മുവാസബാഹൽ ഖൈർ. അപ്പൊ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ എന്ത് പറയും? സബാഹന്നൂർ അല്ലെ. സബാഹന്നൂർ. ശുക്ര, നന്ദി. അരിഫ് ബിനസിക്, നിങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഷിഹാബ് എന്ത് പറയും? അന ഷിഹാബ് അല്ലെ. അന ഷിഹാബ്, ഞാൻ ഷിഹാബാണ്. മുഹന്ദിസുൻ എന്നും വേണമെങ്കിൽ പറയാം അല്ലെ. നിങ്ങളുടെ പാരഗ്രാഫിൽ അങ്ങനെ ഉണ്ടല്ലോ, മുകളിൽ കാണിച്ചില്ലേ.
എവിടെയുണ്ട് കണ്ടോ, മുഹന്ദിസു മാഹിർ അങ്ങനെയൊക്കെ പറയാം. പിന്നെന്താണ്, മുവല്ലഫ് പറഞ്ഞു എന്തോ ചോദിച്ചു. അപ്പോൾ ഇവിടെ 25 എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും ചോദിച്ചത്, എത്ര വയസ്സാണ്? അപ്പൊ അതിനെന്ത് പറയാ, കം ഉംറുക, കം ഉംറുക, എത്രയാണ് വയസ്സ്. വമാ മുഅഹ്ഹല, നിങ്ങളുടെ യോഗ്യത എന്താണ്? ആ യോഗ്യത ഇവിടെ പറഞ്ഞല്ലോ അല്ലെ, എവിടെ എഴുതണം? അൽ ബക്കാലൂരിയോസ് ഫിൽ ഹന്തസ എന്ന് എവിടെ എഴുതണം? ഇവിടെ എഴുതണം കേട്ടോ, ഇവിടെ. പിന്നെ മുവല്ലഫ് വീണ്ടും എന്തോ ചോദിച്ചു. എന്താണ് ഷിഹാബ് മറുപടി, ഞാൻ ലി ഖിബ്റത്തു സലാസ് സനവാത്ത്, എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ചോദിച്ചത് എന്തായിരിക്കും, മാ ഖിബ്റത്തുക്, നിന്റെ എക്സ്പീരിയൻസ് എന്താണ് അല്ലേ, മാ ഖിബ്റത്തുക്. പിന്നെ സനത്തസിൽ ബിക ലാഹിഖൻ, വി വിൽ കോണ്ടാക്ട് യു സൂൺ, ശുക്രൻ, നന്ദി പറഞ്ഞു. അങ്ങനെയാണ് മുഖാബല പൂർത്തിയാക്കുന്നത്. അടുത്തത് നുതർജുമൽ ജുമല താലിയ ഇലൽ ഇൻജിലീസിയ, ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കണം. അന അമരീക്കി, എന്താണ് ഇംഗ്ലീഷ്? ഐ ആം ആൻ അമേരിക്കൻ, ഐ ആം ആൻ അമേരിക്കൻ. മാ ഉംറുക, എന്ന് നിനക്ക് എത്ര വയസ്സ് എന്നാണ്. അപ്പം ഹൗ ഓൾഡ് ആർ യു? സഅത്തസിലു ബിക ഗദൻ, ഐ വിൽ കോണ്ടാക്ട് യു ടുമോറോ. എങ്ങനെ? ടുമോറോ, ഞാൻ നിങ്ങളെ നാളെ കോണ്ടാക്ട് ചെയ്യാമെന്ന്. ഓക്കെ. അടുത്തത് ഇവിടെയുള്ള ഈ സാധനങ്ങൾ അനുയോജ്യമായതിൻ്റെ അറബി വാക്ക് ഇവിടെ എഴുതി കൊടുക്കാനാണ്. എവിടെ എഴുതണം? അൻ നജ്ജാർ യസ്തഖ്ദിം, നജ്ജാർ എന്താണ്? കാർപ്പൻറ്റർ യൂസ് ചെയ്യും. ഇതിലേതാ യൂസ് ചെയ്യുക? ഈ ഷാക്കൂസ് അല്ലേ. അപ്പൊ നമ്മൾ അഷാക്കൂസ്, ചുറ്റിക എന്ന് എഴുതണം കേട്ടോ, അഷാക്കൂസ്. പിന്നെ അൽ മുസമ്മിം, എഡിറ്റർ, ഡിസൈനർ, യസ്തഖ്ദിം എന്ത് ചെയ്യും? അൽ ഹാസൂബ്, എന്താണ്? അൽ ഹാസൂബ് അല്ലെങ്കിൽ അൽ കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ എഴുതും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.